സ്റ്റുഡൻസ്, സോ നമ്മളിന്ന് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ സർക്കിൾസ് ആൻഡ് ആംഗിൾസ് എന്ന് പറയുന്നതിലുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ആദ്യം തന്നെ ഈ ചാപ്റ്ററിനകത്ത് പ്രധാനമായിട്ട് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമതായിട്ട് ഇവിടെ വരുന്നത് പാർട്സ് ഓഫ് സർക്കിൾ എന്ന് പറയുന്നൊരു പാർട്ടാണ്. പാർട്സ് ഓഫ് സർക്കിൾ, അതായത് ഒരു സർക്കിളിൻ്റെ എത്ര പാർട്ടാണ് ഒരു ആർക്ക് ഉണ്ടാവുക. ഇങ്ങനെയായിരിക്കും നമുക്ക് വരിക. ഒരു സർക്കിളിൻ്റെ രണ്ട് പോയിൻറ്റ്സിനിടയിൽ വരുന്നൊരു ഭാഗമാണ് അതിൻ്റെ ആർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആർക്ക് എത്ര പാർട്ടാണ്, എത്ര ഫ്രാക്ഷനാണ് എന്ന് ചോദിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അത്രയേ ഉള്ളൂ, നമ്മൾ ഈ ആർക്ക് സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണെന്നുള്ളത് നോക്കാം. ആർക്ക് സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത്. ആ ആംഗിൾ ഒരു സി ആണെങ്കിൽ നമ്മുടെ ആർക്ക് എന്ന് പറയുന്നത് C/360 ആയിരിക്കും. ആർക്ക് C/360 ആയിരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക? നമുക്കിത് ഒരു സർക്കിൾ തന്നു. ഒരു സർക്കിളിനകത്ത് സെൻട്രൽ ആംഗിൾ ഒരു 40 ഡിഗ്രി ആയിട്ടുള്ള ഒരാർക്ക്, സെൻട്രൽ ആംഗിൾ 40 ഡിഗ്രി ആയിട്ടുള്ള ഒരു ആർക്ക്. അപ്പോൾ ഈ ആർക്ക് എത്ര പാർട്ടാണ് അല്ലെങ്കിൽ എത്ര ഫ്രാക്ഷൻ ആണ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 40/360. 360 എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു സർക്കിളിലുള്ള ടോട്ടൽ ആംഗിളാണ് 360 എന്ന് പറയുന്നത്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളിവിടെ C/360 എന്ന് പറയുന്നൊരു ഫ്രാക്ഷൻ കൊണ്ടുവരുന്നത്. സോ ഇവിടെ 40/360 വന്നു. ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. 0 കട്ടായി പോവും. പിന്നെയുള്ളത് 4/36 ആണ്. അതിനൊന്നുകൂടി ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ എളുപ്പത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് രണ്ടിടത്തും എന്ത് ചെയ്യുക, 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 4/4 എന്ന് പറയുമ്പോൾ 1 ആണ്. 36/4 എന്ന് പറയുമ്പോൾ 9 ആണ്. അപ്പോൾ എനിക്ക് കിട്ടി ഈ ഒരു ആർക്ക് എന്ന് പറയുന്നത് 1/9 പാർട്ടാണ്. വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദി സർക്കിൾ അല്ലെങ്കിൽ വാട്ട് പാർട്ട് ഓഫ് ദി സർക്കിൾ എന്ന് പറയുന്ന ക്വസ്റ്റ്യനുകളിൽ നമ്മൾ ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. ഇതാണ് സർക്കിൾസ് ആൻഡ് ആംഗിൾസിൽ വരുന്ന ഒന്നാമത്തെ ഭാഗം. രണ്ടാമത് എന്താ വരുന്നത്? രണ്ടാമത് നമുക്ക് വരുന്നത് ആംഗിൾസിൻ്റെ സർക്കിളാണ്. ഒരു സർക്കിളിനകത്ത് വരുന്ന പല രീതിയിലുള്ള ആംഗിൾ കോമ്പിനേഷൻസിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതെങ്ങനെയാണ് വരുന്നത്? ഒരു സർക്കിളിനകത്ത് ഒരാർക്ക് ഉണ്ടാക്കുകയാണ്. ആർക്ക് സെൻറ്ററിൽ ഉണ്ടാകുന്ന ആംഗിൾ ഒരു സി ആണെന്ന് വിചാരിക്കുക. സെൻറ്ററിലുള്ള ആംഗിൾ സി ആണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആർക്ക് എന്ന് പറയുന്നതാ ഈ ഒരു വലിയ ആർക്കാണ് ഇവിടെയുള്ള ഓപ്പോസിറ്റ് ആർക്ക്. സെൻട്രൽ ആംഗിൾ സി ആണെങ്കിൽ ഈ ഓപ്പോസിറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എപ്പോഴും ഇതിൻ്റെ ഹാഫ് ആയിരിക്കും, C/2 ആയിരിക്കും. ഇങ്ങനെ മാത്രമേ കിട്ടുമോ? ഇല്ല, നമുക്ക് ഈ ഓപ്പോസിറ്റ് ആർക്കിൽ എവിടെ വേണേലും നമുക്ക് ആംഗിൾസ് ഉണ്ടാക്കാം. ഇതേപോലെ ഉണ്ടാക്കാം. അവിടെ എത്ര തന്നെയാണ്? C/2 തന്നെയാണ്. വേറെ ഉണ്ടാക്കിയത് ഇവിടെ ഒരു പോയിൻ്റിൻ്റെ അടുത്ത്, ഇവിടെ ഒരു പോയിൻ്റ്, ഇങ്ങനെ ഇവിടെ ആംഗിൾ എത്ര തന്നെയാണ്? C/2 തന്നെയാണ്. അപ്പോൾ ഓപ്പോസിറ്റ് ആർക്കിൽ എവിടെ നമ്മൾ ആംഗിൾ ഉണ്ടാക്കി കഴിഞ്ഞാലും സെൻട്രൽ ആംഗിളിൻ്റെ നേരെ പകുതിയായിരിക്കും ഉണ്ടാവുക. മറ്റൊരു ആംഗിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതാ ഇങ്ങനെ ഒരു സർക്കിളിൻ്റെ സെൻറ്ററിൽ ഒരു സി ആണ്. അപ്പോൾ ഓപ്പോസിറ്റ് ആർക്കിൽ ഒരു C/2 ആണ്. അങ്ങനെയെങ്കിൽ ഇതാ ഇവിടെ ഈ ഒരു ചെറിയ ആർക്കിലുണ്ടാകുന്ന ആംഗിൾ എപ്പോഴും നമുക്ക് 180 - C/2 ആയിരിക്കും. 180 - C/2. അപ്പം മേലെ സെൻറ്ററിൽ സി, നേരെ മേലെ നമുക്ക് C/2, നേരെ താഴെ നമുക്ക് എന്ത് കിട്ടും? 180 - C/2 എന്ന് കിട്ടും. ഫോർ എക്സാമ്പിൾ നമുക്കിതാ ഒരു സർക്കിൾ തരുവാണ്. ഒരു സർക്കിളിൽ സെൻറ്ററിലുള്ള ആംഗിൾ ഒരു 140 എന്നിരിക്കട്ടെ. സെൻറ്ററിൽ 140 ആണ്. അപ്പം നമുക്ക് ഓപ്പോസിറ്റ് ആർക്കിൽ എത്ര കിട്ടും? ഓപ്പോസിറ്റ് ആർക്കിൽ നേരെ ഹാഫ് എടുത്താൽ മതി. 140ൻ്റെ ഹാഫ് നമുക്കിവിടെ എത്ര കിട്ടും? 70 കിട്ടും. അതേപോലെ ഇതേ ഇവിടെ ഈ ഒരു ആർക്കിലുണ്ടാകുന്ന ആംഗിൾ 180 - C/2, അതായത് ഓപ്പോസിറ്റുള്ള ആർക്കിലുണ്ടാകുന്ന ആംഗിൾ 180 നമ്മൾ അങ്ങ് കുറച്ചാൽ മതി. അപ്പോൾ 180 - 70 നമുക്ക് എത്ര കിട്ടി?
110 എന്ന് കിട്ടും. ഇവിടെ നമുക്ക് 110 എന്ന് കിട്ടും. ഈ ഒരു ആംഗിൾ കോമ്പിനേഷനാണ് പിന്നെ നമ്മൾ സർക്കിൾസ് ആൻഡ് ആംഗിൾസിൽ പഠിച്ചിരുന്നത്. അവിടെ തന്നെ ഒരു സ്പെഷ്യൽ കേസ് വരുന്നുണ്ട്, ഒരു സെമി സർക്കിളിലുള്ള ആംഗിൾ. ഒരു സെമി സർക്കിളിലുള്ള ആംഗിൾ, അതായത് ഒരു സർക്കിള് സെൻറ്റർ ഒരു O ആണെന്നിരിക്കട്ടെ. സർക്കിളിൻ്റെ സെൻറ്ററിലേക്ക് കൂടി നമുക്ക് ആരെ വരയ്ക്കാം? നമുക്കൊരു ഡയമീറ്ററിനെ വരയ്ക്കാം. സർക്കിളിൻ്റെ സെൻറ്ററിലേക്ക് കൂടി നമുക്കൊന്ന് വരച്ചു. AB എന്ന് പറയുന്നത് ഒരു ഡയമീറ്ററാണ്. അപ്പോൾ ഈ ഡയമീറ്റർ നമ്മുടെ സർക്കിളിൽ ഉണ്ടാക്കുന്ന ആംഗിൾ, അതായത് ഈ രീതിയിലാണ് വരിക. ഡയമീറ്ററിൽ നിന്ന് പോകുന്ന ലൈൻസ് സർക്കിളിനെ ടച്ച് ചെയ്യുന്ന പോയിൻറ്റ്സ്. ഡയമീറ്ററിൽ നിന്ന് പോകുന്ന ലൈൻസ് ഇതാ, ഡയമീറ്ററിൽ നിന്ന് പോയ ലൈൻസ് സർക്കിളിനെ ടച്ച് ചെയ്യുന്ന പോയിന്റ്. ഇതാണ് ആംഗിൾ ഇൻ എ സെമി സർക്കിൾ. എപ്പോഴും എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. സെമി സർക്കിളിലുള്ള ആംഗിൾ എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും എന്നുള്ളത് ഓർക്കുക. അപ്പോൾ ഇതാണ് നമ്മളിവിടെ പഠിച്ച ആംഗിൾ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് സർക്കിൾസ് ആൻഡ് ആംഗിൾസിൽ നമുക്ക് പറയാനുള്ളത് സൈക്ലിക് ക്വാഡ്രിലേറ്ററലിനെ കുറിച്ചാണ്. മൂന്നാമതായിട്ട് നമ്മൾ പഠിച്ചത് സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ എന്ന് പറയുന്ന ആളെ കുറിച്ചാണ്. സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ എന്ന് പറയുമ്പോൾ, ക്വാഡ്രിലേറ്ററൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 സൈഡ്സ് ഉള്ളതാണ്. അപ്പോൾ ഈ 4 വേർട്ടീസസും സർക്കിളിനെ ടച്ച് ചെയ്യുന്നതായിട്ടുള്ള ക്വാഡ്രിലേറ്ററലാണ് സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ. ഇതേപോലെ ഒരു സർക്കിളിൽ 4 വേർട്ടീസസും ഈ രീതിയിൽ സർക്കിളിനെ ടച്ച് ചെയ്തുകൊണ്ട് വരക്കാൻ പറ്റുന്ന ക്വാഡ്രിലേറ്ററലാണ് സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഇവിടെ ABCD എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ABCD is a cyclic quadrilateral. അതിനകത്ത് നമുക്ക് ഒരൊറ്റ പ്രത്യേകത മാത്രമേ പഠിക്കാനുള്ളൂ. സൈക്ലിക് ക്വാഡ്രിലേറ്ററലിൽ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സം എപ്പോഴും 180 ഡിഗ്രി ആയിരിക്കും. അതായത് ഇവിടെ ഇപ്പോൾ ഇതാ ഓപ്പോസിറ്റ് ആംഗിൾസ് Aയും Cയും ആണ്. അപ്പോൾ ആംഗിൾ Aയും ആംഗിൾ Cയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും എത്ര കിട്ടും? 180 ഡിഗ്രി കിട്ടും. അതേപോലെ അടുത്ത പേര് ഏതൊക്കെയാണ് ഓപ്പോസിറ്റ് വരുന്നത്? Bയും Dയും ആണ്. ആംഗിൾ Bയും ആംഗിൾ Dയും കൂടി ആഡ് ചെയ്താൽ നമുക്ക് എപ്പോഴും എത്ര കിട്ടും? 180 ഡിഗ്രി കിട്ടും. അപ്പോൾ ഒരു സൈക്ലിക് ക്വാഡ്രിലേറ്ററലിനകത്ത് ഓപ്പോസിറ്റ് ആംഗിൾസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 180 ഡിഗ്രി കിട്ടും. അതായത് ഇപ്പോൾ ഇവിടെ A എന്ന് പറയുന്നത് ഒരു 80 ഡിഗ്രിയാണ്. A ഒരു 80 ആണ്. അപ്പോൾ നമുക്ക് C കിട്ടാൻ എന്താ വഴി? C കിട്ടാൻ നമ്മൾ 180 - 80 ചെയ്താൽ മതി. എത്ര കിട്ടി? 100 ആയി. ഇനി ഇതാ B എന്ന് പറയുന്നത് ഒരു 110 ആണെന്ന് വിചാരിക്കുക. B ഒരു 110 ആണ്. അപ്പോൾ Dയിൽ നമുക്ക് എത്ര കിട്ടും? 180 - 110 ചെയ്താൽ മതി. നമുക്ക് എത്ര കിട്ടും? 70 കിട്ടും. അപ്പോൾ Dയിൽ എന്തായിരിക്കും? 70 ആയിരിക്കും. അപ്പോൾ ഒരു സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സമ്മ് നോക്കുക. ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സമ്മ് 180 ആണെങ്കിൽ അതൊരു സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സർക്കിൾസ് ആൻഡ് ആംഗിൾസ് എന്ന് പറയുന്ന ചാപ്റ്റർ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പറയാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: എ semicircle is drawn with a line as diameter and a smaller semicircle with half this line as diameter. Prove that a line joining the point where the semicircle meet to any point on the larger semicircle is bisected by the smaller semicircle. ക്വസ്റ്റ്യൻ ഒരുപാട് വലുതാണ്, പക്ഷേ ഇതിൻ്റെ ആൻസർ എനിക്കൊന്ന് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നോക്കാം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ഇതാ ഈ ഒരു ലൈന് ഡയമീറ്റർ ആയിക്കൊണ്ട് നമ്മളിതാ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. ഡയമീറ്റർ ആയിക്കൊണ്ടുള്ളൊരു സർക്കിൾ. ഡയമീറ്റർ എന്ന് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഓർക്കുക അതൊരു സെമി സർക്കിളാണ്. സെമി സർക്കിളിലുള്ള ആംഗിൾ 90 ഡിഗ്രി വരും നമ്മൾ ഓർക്കണം. ശരി, അടുത്ത എന്താ തന്നിരിക്കുന്നത്? ആ ഡയമീറ്ററിൻ്റെ ഹാഫായിട്ട്, ആ ഡയമീറ്ററിൻ്റെ പകുതി യൂസ് ചെയ്തിട്ട് അടുത്തൊരു സെമി സർക്കിൾ വരച്ചിട്ടുണ്ട്. അതായത് ഇതിൻ്റെ ഹാഫ് എന്ന് പറയുമ്പോൾ ഇതാരാണ്? നമ്മുടെ വലിയ സർക്കിളിൻ്റെ സെൻറ്ററാണ്. നമ്മുടെ വലിയ സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്നാണ് അടുത്ത സെമി സർക്കിൾ ഇങ്ങനെ വരച്ചിട്ടുള്ളത്. ശരി, ഇനി ഇവർ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഞാനൊരു M എന്ന് എടുത്തിട്ടുണ്ട്. മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഒരു എമ്മിൽ നിന്ന് ഓയിലോട്ടേക്ക് ഒരു ലൈന് വരക്കുന്നു. ഇങ്ങനെയാണ് നമ്മുടെ ഫിഗർ ഉള്ളത്. ഒരു വലിയ സെമി സർക്കിളുണ്ട്. ഇതിൻ്റെ നേരെ ഹാഫിൽ നിന്ന് ഒരു ചെറിയൊരു സെമി സർക്കിൾ വരച്ചിട്ടുണ്ട്. അതിനിടയിൽ ഒരു ലൈന് പോകുന്നുണ്ട്. അതെല്ലാം അടക്കട്ടെ. AP എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. AB എന്ന് പറയുന്നത് നമ്മുടെ ഡയമീറ്ററാണ്.
അപ്പോൾ ഇവർ മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് ഒരു എം എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. എമ്മിൽ നിന്ന് ഞാൻ ഓയിലോട്ടേക്ക് ഇങ്ങനെ ജോയിൻ ചെയ്യാം. എമ്മിൽ നിന്ന് ഓയിലോട്ടേക്ക് ജോയിൻ ചെയ്യാം. ഇവിടെ ഒരു ആംഗിൾ വന്നല്ലോ, ഇവിടെ ഒരു ആംഗിൾ. ഈ ആംഗിൾ എന്താ, എത്രയാണ് ഈ ആംഗിൾ വരിക നമുക്ക്? എന്താ അതിൻ്റെ പ്രത്യേകത? ഇതൊരു സെമി സർക്കിളാണ്. സെമി സർക്കിളിലുള്ള ആംഗിളാണിത്. സെമി സർക്കിളിലുള്ള ആംഗിൾ എത്രയാണത് വരിക? അതിവിടെ നമുക്ക് 90 ഡിഗ്രി എന്ന് വരും. 90 ഡിഗ്രി. അതായത് ഇപ്പോൾ ഈ ഫിഗറിനകത്ത് ഒ എം എന്ന് പറയുന്ന ലൈൻ, ഒ എം എന്ന് പറയുന്ന ലൈന് നമ്മുടെ എ പി എന്ന് പറയുന്ന ലൈനിന് പെർപെൻഡിക്കുലർ ആണ്. 90 ഡിഗ്രി വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് പറയാം പെർപെൻഡിക്കുലർ ആണ്. ഒ എം എന്ന് പറയുന്ന ലൈന് എ പിക്ക് പെർപെൻഡിക്കുലർ ആണ്. ഞങ്ങൾ മുന്നേ പഠിച്ചിട്ടുണ്ട്, എനിക്കൊന്ന് 9th പഠിച്ചിട്ടുണ്ട്. ഒരു സർക്കിളിൽ സെൻറ്ററിൽ നിന്ന് സർക്കിളിലെ ഒരു കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കിളിലെ ഏതെങ്കിലും 2 പോയിൻറ്റ്സ് ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ലൈനാണ് കോഡ്. സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് കോഡിലോട്ടേക്ക് നമ്മളൊരു പെർപെൻഡിക്കുലർ വരച്ചു. ഇപ്പം എം എന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഈ പെർപെൻഡിക്കുലർ കോഡിനെ ബൈസെക്റ്റ് ചെയ്യും എന്ന് മുന്നേ നമ്മൾ പഠിക്കുന്നുണ്ട്. സെൻറ്ററിൽ നിന്ന് കോഡിലോട്ടേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ കോഡിനെ ബൈസെക്റ്റ് ചെയ്യുന്നു, അതായത് നേരെ പകുതിയാക്കും. ഇപ്പോൾ ഈ കോഡ് കംപ്ലീറ്റ് ആയിട്ട് ഒരു 6 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ എ മുതൽ എം വരെ നമുക്ക് എത്ര കിട്ടും? 3 സെൻറ്റിമീറ്റർ ആയിരിക്കും. എം മുതൽ ബി വരെ എത്രയായിരിക്കും? 3 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുന്നത്. ഇവിടെ ഇപ്പം നമുക്ക് എന്താ കിട്ടിയിട്ടുള്ളത്? ഒ എം എന്ന് പറയുന്ന ലൈന് എ പിനെ പെർപെൻഡിക്കുലർ ആണ്. ഒ എന്ന് പറയുന്ന സർക്കിളിൻ്റെ സെൻറ്റർ അല്ലേ, നമ്മുടെ വലിയ സർക്കിളിൻ്റെ സെൻറ്റർ അല്ലേ. സെൻറ്ററിൽ നിന്ന് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ കോഡിനെ എന്ത് ചെയ്യും? ബൈസെക്റ്റ് ചെയ്യും. ആ ഒരു കൺസെപ്റ്റ് വെച്ച് നമുക്കിവിടെ പറയാം എ എം ഇസ് ഈക്വൽ ടു എം പി. അതിൻ്റെ റീസൺ ഇതാണ്. പെർപെൻഡിക്കുലർ from the center of a circle to a chord bisects the chord. ഇത് കഴിഞ്ഞ വർഷങ്ങൾ നമ്മൾ പഠിച്ച കാര്യമാണ്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. പെർപെൻഡിക്കുലർ ഫ്രം ദി സെൻറ്റർ, ഒരു സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് നമ്മൾ കോഡിലോട്ടേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ കോഡിനെ ബൈസെക്റ്റ് ചെയ്യുന്നു, നേരെ പകുതിയാക്കുന്നു നമുക്കറിയാം. അപ്പോൾ ഇവിടെ നമുക്ക് ചെറിയൊരു സെമി സർക്കിൾ തന്നത് തന്നെ എന്തിനാണ്? അവിടെ ഉണ്ടാകുന്ന ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോ ഒ എം എന്ന് പറയുന്ന ലൈന് എ പിക്ക് പെർപെൻഡിക്കുലർ ആണ്. അതുകൊണ്ട് ഈ ഒരു റീസൺ കൊണ്ട് എ എം ഈക്വൽ ടു എം പി, അതായത് അവിടെ ആ കോഡിനെ ബൈസെക്റ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, സോ നെക്സ്റ്റ് പ്രോബ്ലം. In the figure, O is the center of the circle. Calculate x plus y. x, y എന്ന് പറയുന്ന 2 ആംഗിൾസ് നിങ്ങൾക്ക് കാണാം. x plus y ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. x plus y. ഇവിടെ നമുക്ക് വളരെ എളുപ്പം പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ടല്ലോ. ഇവിടെ y ആണ്. ബി സി എന്ന് പറയുന്ന ഒരു ആർക്ക്, ബി സി എന്ന് പറയുന്ന ഒരു കോഡ് എയിലുണ്ടാക്കുന്ന ആംഗിൾ y ആണ്. അങ്ങനെയാണെങ്കിൽ അത് സെൻറ്ററിൽ എത്ര ഉണ്ടാക്കുക? സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ, എയിലുണ്ടാക്കുന്ന ആംഗിൾ ഒരു 40 ആണ്. അങ്ങനെയാണെങ്കിൽ അത് സെൻറ്ററിൽ എന്തുണ്ടാക്കും? അതെ, നേരെ ഡബിളാണ്, നമുക്ക് 80 കിട്ടും. എയിലുണ്ടാക്കുന്ന ആംഗിൾ ഒരു 30 ആണ്. അപ്പോൾ നേരെ നമുക്ക് എത്ര കിട്ടുക? സെൻറ്ററിൽ എയിലുണ്ടാക്കുന്ന ഒരു 30 ആണ്. അപ്പോൾ സെൻറ്ററിൽ നമുക്ക് അതിൻ്റെ ഡബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 × 30. എയിലുണ്ടാക്കുന്ന ആംഗിൾ 40 ആണ്. അപ്പോൾ സെൻറ്ററിൽ എന്താണ്? ഡബിളാണ്, 2 × 40. എയിലുണ്ടാക്കുന്ന ആംഗിൾ y ആണ്. അങ്ങനെയാണെങ്കിൽ സെൻറ്ററിൽ ഉണ്ടാകുന്ന ആംഗിൾ എത്രയാണ്? ഡബിളാണ്, 2 × y. 2 × y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2y എന്ന് നമുക്കറിയാം. അപ്പോൾ ഓയിലുള്ള ആംഗിൾ 2y ആണ്. ഓയിലുള്ള ആംഗിൾ 2y. ഓക്കെ, ഇനി ഇവിടെയുള്ള ഒ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്താ? ആരെ ഈ ഒ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ? സർക്കിളിൻ്റെ സെൻറ്ററാണ് ഒ. ഓയിൽ നിന്ന് വരയ്ക്കുന്ന ലൈനാണ് ബിയിലോട്ടേക്കും സിയിലോട്ടേക്കുള്ളത്. അതായത് സർക്കിളിൻ്റെ റേഡിയസുകളാണ്. റേഡിയസുകൾ എപ്പോഴും ഈക്വലാണ്, സർക്കിളിൻ്റെ റേഡിയസുകളാണ്. അപ്പോൾ റേഡിയസുകൾ ഈക്വൽ ആയതുകൊണ്ട് ഇനി ഒ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ പ്രത്യേകത അതൊരു ഐസോസലസ് ട്രയാങ്കിളാണ്. 2 സൈഡുകൾ ഈക്വലാണ്.
അപ്പോൾ അതെന്തായി? ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. അപ്പോൾ ഇവിടെയുള്ള ആംഗിൾ എക്സ് ആണെങ്കിൽ നേരെ നമുക്ക് ഇവിടെ എത്ര എന്നു പറയാം? എക്സ് എന്ന് തന്നെ പറയാം. കാരണം ഒ ബി സി ഒരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. അപ്പോൾ ആംഗിൾ ഒ ബി സിയും ആംഗിൾ ഒ സി ബിയും എക്സ് എന്ന് നമുക്കെടുക്കാം. ഓയിലുള്ള ആംഗിൾ നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട്? ആംഗിൾ ബി ഒ സി എത്ര കിട്ടിയിട്ടുണ്ട്? നേരെ ഓപ്പോസിറ്റ് ആർക്കിൽ വൈ ആണെങ്കിൽ സെൻറ്ററിൽ നമുക്ക് ഡബിൾ ആണ് വരിക. സോ ബി ഒ സി എന്ന് പറയുന്ന ആംഗിൾ 2y എന്ന് കിട്ടും. 2y. ഇപ്പം നമ്മുടെ കയ്യിൽ ഒരു ട്രയാങ്കിൾ ഉണ്ട്. അതിനകത്ത് 3 ആംഗിൾസ് ഉണ്ട്. ഒരു ആംഗിൾ 2y ആണ്, അടുത്ത ആംഗിൾ എക്സ് ആണ്, വീണ്ടും ഒരു ആംഗിൾ എക്സ് ആണ്. ഒരു ട്രയാങ്കിളിൻ്റെ 3 ആംഗിൾസും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് കിട്ടേണ്ടത്? ഞാൻ ഈ ട്രയാങ്കിൾസിൻ്റെ 3 ആംഗിൾസും കൂടി ആഡ് ചെയ്യാം. 3 ആംഗിൾസും കൂടി ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടണം? ട്രയാങ്കിളാണ്, എത്ര കിട്ടണം? 180 കിട്ടണം. സോ 2y plus x equal to 180. That is 2y plus x എന്ന് പറയുമ്പോൾ ഒരു എക്സ്, വീണ്ടും ഒരു എക്സ് വന്നു കഴിഞ്ഞാൽ അത് 2x ആണ്. 2y plus 2x equal to 180. ഇവിടെ രണ്ടിടത്തും നിങ്ങൾക്ക് ഇതാ 2 കാണാം. അപ്പോൾ 2 ഉള്ളതുകൊണ്ട് നമ്മളത് കോമൺ ആയിട്ട് പുറത്തോട്ടേക്ക് എടുക്കാം. അപ്പോൾ 2 into എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാം. 2 into y ഉണ്ട് പ്ലസ് എക്സ്. ഇവിടെ നിന്ന് 2 മാത്രം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ y ഉള്ളൂ. ഇവിടെ നിന്ന് 2 മാത്രം എടുത്തു കഴിഞ്ഞാൽ അവിടെ എക്സേ ഉള്ളൂ. അപ്പോൾ 2 into y plus x equal to 180. That is y plus x equal to നമുക്ക് എന്ത് ചെയ്യാം? ആ 2 അപ്പുറം പോട്ടെ. അപ്പോൾ 180/2 എന്നായി. എത്രയാണ്? 90. y പ്ലസ് എക്സിന് ഒരു സുഖത്തിന് വേണമെങ്കിൽ x പ്ലസ് വൈ ഈക്വൽ ടു എത്രയാണെന്ന് എഴുതാം നമുക്ക്? 90. x പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 90. കാൽക്കുലേറ്റ് x പ്ലസ് വൈ എന്നാണ് തന്നിരിക്കുന്നത്. സോ x പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, സോ നെക്സ്റ്റ് പ്രോബ്ലം. In the picture, AB and CD are perpendicular chords of the circle. AB and CD. Prove that the arcs APC DQB joined together makes a semicircle. APC എന്ന് പറയുന്ന ആർക്കും DQB എന്ന് പറയുന്ന ആർക്കും കൂടി ചേർത്ത് വെച്ച് നമുക്ക് എന്ത് കിട്ടണം? സെമി സർക്കിൾ കിട്ടുമോ എന്ന് അവർ ചോദിക്കുന്നത്. അതായത് ഇപ്പം ഇതാണ് നിങ്ങളുടെ APC എന്ന് പറയുന്ന ആർക്ക്. APC ചെറുതായിട്ടൊന്ന് വരക്കാം. APC അതിൻ്റെ കൂടെ ഈ ഒരു ആർക്ക് DQB എന്ന് പറയുന്ന ഈ ഒരു ആർക്കും കൂടി ചേർത്ത് വെക്കാനാണ് പറയുന്നത്. DQB ചേർത്ത് വെച്ചു. DQB ചേർത്ത് വെച്ചു. ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്താകുമെന്നാണ് ചോദിക്കുന്നത്? സെമി സർക്കിൾ ആകുമെന്നാണ് ചോദിക്കുന്നത്. സെമി സർക്കിൾ. അപ്പം ഞാനിത് സെൻറ്റർ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ APC സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ഞാനൊരു 2x ആണെന്ന് വിചാരിച്ചു. അസ്യൂം ചെയ്യാണ് APC സെൻറ്ററിൽ ഉണ്ടാക്കുന്നത് 2x ആണ്. DQB സെൻറ്ററിൽ ഉണ്ടാക്കുന്നത് ഒരു 2y ആണെന്ന് അങ്ങ് അസ്യൂം ചെയ്തു. 2y ആണെന്ന് അസ്യൂം ചെയ്തു. അങ്ങനെയാണെങ്കിൽ 2xും 2yയും കൂടി കൂട്ടിയാൽ എത്ര കിട്ടണം? 2xും 2yയും കൂടി കൂട്ടിയാൽ 180 കിട്ടണം. കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇതൊരു സെമി സർക്കിൾ ആണെന്ന് പറയാം. 2x plus 2y ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 180 കിട്ടുവാണെങ്കിൽ സെമി സർക്കിൾ ആണെന്ന് പറയാം. അപ്പോൾ കിട്ടുമോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് തന്നിരിക്കുന്നതാ ഇതേപോലൊരു സർക്കിളാണ്. സർക്കിളിൽ 2 പെർപെൻഡിക്കുലർ കോഡ്സ് ആണ്, AB, അതേപോലെ തന്നെ CD. 2 പെർപെൻഡിക്കുലർ കോഡ്സ് ആണ് തന്നിരിക്കുന്നത്. ഇവിടെ ഒരു O എന്ന് പറയുന്ന സെൻറ്റർ ഉണ്ടെന്ന് വിചാരിക്കാം. നമ്മളിപ്പോൾ വിചാരിച്ചു വച്ചിരിക്കുന്ന കാര്യം എന്താണ്? APC എന്ന് പറയുന്ന ആർക്ക് സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 2x ആണെന്ന് നമ്മൾ പറയുന്നത്. APC സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതൊരു 2x ആണ്. അതേപോലെ DQB സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 2y എന്നാണ് നമ്മൾ അസ്യൂം ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് DQB സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ഒരു 2y ആണ് നമ്മൾ വിചാരിച്ച് വെച്ചത് അവിടെ എഴുതിയിട്ടുണ്ട്. APC ഈ സർക്കിളിനെ തന്നെ ഈ ഒരു രീതിയിൽ ഞാനൊന്ന് മാറ്റി വരക്കാം. APC എന്ന് പറയുന്ന ആൾക്ക് സെൻറ്ററിൽ ഉണ്ടാക്കിയിട്ടുള്ളത് 2x ആണ്. ഇതേ എയിൽ നിന്നൊരു ലൈന് ബിയിലോട്ടേക്ക് പോകുന്നുണ്ട്. അതേപോലെ സിയിൽ നിന്നും ബിയിലോട്ടേക്ക് ഒരു ലൈന് വരക്കാം. സിയിൽ നിന്നും എന്ത് വരച്ചു? ഒരു ബിയിലോട്ടേക്ക് ഒരു ലൈന് വരച്ചു. അപ്പോൾ ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാവുമല്ലോ. അത് എത്രയായിരിക്കും വരിക?
സെൻറ്ററിൽ 2x സെൻറ്ററിൽ 2x ആണെങ്കിൽ നമുക്ക് ഓപ്പോസിറ്റ് ആർക്കിൽ എന്താ കിട്ടുക? നേരെ ഹാഫാണ് കിട്ടുക. സെൻറ്ററിൽ 2x ആണെങ്കിൽ ഇവിടെ എത്ര കിട്ടും? x എന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു ആംഗിൾ എത്രയാണെന്ന് കിട്ടി നമുക്ക്? x എന്ന് എഴുതാം. x എന്ന് കൊടുക്കുക അതിനെ. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് ആംഗിൾ ABC എന്ന് പറയുന്നത് x എന്ന് എഴുതാം. ആംഗിൾ ABC എന്ന് പറയുന്നത് x എന്ന് എഴുതിയിട്ടുണ്ട്. ഇതേപോലെ അടുത്തൊരാൾ നോക്കിയാൽ ഇതാ സർക്കിളിനകത്ത് DQB സെൻറ്ററിൽ ഉണ്ടാക്കുന്നത് ഒരു 2y ആണ്. അതേ ഡിയിൽ നിന്ന് സിയിലോട്ടേക്ക് ഒരു ലൈന് പോകുന്നുണ്ട്, ബിയിൽ നിന്നും സിയിലോട്ടേക്ക് ഒരു ലൈന് പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ എത്രയായിരിക്കും? സെൻറ്ററിൽ 2y. അപ്പോൾ ഓപ്പോസിറ്റ് ആർക്കിൽ നമുക്ക് എന്ത് കിട്ടും? നേരെ ഹാഫ് കിട്ടും. സെൻറ്ററിൽ 2y ആണെങ്കിൽ ഓപ്പോസിറ്റ് ആർക്കിൽ നമുക്ക് y കിട്ടും. അപ്പോൾ ഇവിടെ എത്ര കിട്ടി? നമുക്ക് y എന്ന് കിട്ടി. അതായത് ആംഗിൾ DCB അല്ലേ? ആംഗിൾ DCB y എന്ന് കിട്ടി. ആംഗിൾ ABC x എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെ ഇതാ ഈ ഒരു ട്രയാങ്കിൾ നിങ്ങൾ നോക്കിയേ. ഈ ഒരു ട്രയാങ്കിൾ, ആ ട്രയാങ്കിൾ മാത്രം ഇങ്ങോട്ടേക്ക് മാറ്റി വരക്കുകയാണെങ്കിൽ ഈ ഒരു രീതിയിലാണുള്ളത്. ഈ ഒരു ട്രയാങ്കിൾ മാത്രം നമ്മളൊന്ന് മാറ്റി വരക്കുകയാണെങ്കിൽ ഇതാ ഈ ഒരു രീതിയിലാണുള്ളത്. ഇവിടെ നമുക്ക് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് 90 ഡിഗ്രി ആണ്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ആംഗിൾ y ആണ്. നമ്മൾ ഫൈൻഡ് ചെയ്തു അവിടെ y ആണെന്ന്. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന x. അപ്പോൾ ഒരു ആംഗിൾ x, മറ്റേ ആംഗിൾ y, ഒരു ആംഗിൾ 90. എന്താ നമ്മൾ പഠിച്ചിരിക്കുന്നത്? ട്രയാങ്കിളിലെ 3 ആംഗിൾസും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടണം? 180 കിട്ടണം. അപ്പോൾ x + y + 90 = 180 എന്ന് പറയാം. ദാറ്റ് ഈസ് x + y = 180 - 90. ഈ 90 = അപ്പുറത്തോട്ടേക്ക് പോയി. അപ്പോൾ 180 - 90 നമുക്ക് 90 എന്ന് തന്നെ വന്നു. x + y = 90. x + y = 90. നമുക്ക് വേണ്ടത് ആലോചിച്ച് നോക്കിയേ. നമുക്ക് എന്തായിരുന്നു വേണ്ടത്? നമുക്കിത് ഇതാ വേണ്ടത്. 2x + 2y = 180 എന്ന് നമുക്ക് വേണ്ടത്. അത് കിട്ടാനിപ്പോൾ ഇവിടെ എന്താ വഴി? x + y + 90 = 2x + 2y എന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ രണ്ടിടത്തും ഒരു 2 കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഇവിടെ നമുക്ക് 2 × x 2x എന്ന് എഴുതാം. അടുത്ത 2 × y 2y എന്ന് എഴുതാം. = 2 × 90 എത്രയാത്? 180. സോ 2x + 2y = 180 നമുക്ക് കിട്ടി. അതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. APC എന്ന് പറയുന്ന ഒരാൾക്ക് സെൻറ്ററിൽ ഉണ്ടാക്കിയിരുന്ന ആംഗിളാണ് 2x. അതേപോലെ DQB എന്ന് പറയുന്ന മറ്റൊരാൾക്ക് സെൻറ്ററിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആംഗിളായിരുന്നു 2y. ഈ 2xും 2yയും കൂടി ആഡ് ചെയ്താൽ 180 കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? APC and DQB together forms a semicircle. അപ്പോൾ ഈ സെൻട്രൽ ആംഗിൾസ് നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 180 കിട്ടുന്നുണ്ടെങ്കിൽ അതെന്താണെന്ന് പറയാം? നമുക്ക് സെമി സർക്കിൾ ഫോം ചെയ്യുന്നുണ്ട് എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം. Prove that on a cyclic quadrilateral the outer angle at any vertex is equal to the inner angle at the opposite vertex. പറയുന്നതേ ഉള്ളൂ. ഒരു സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത്
ഒരു സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു വേർട്ടെക്സിലുള്ള ഔട്ടർ ആംഗിൾ എപ്പോഴാണ് നമുക്ക് കിട്ടുക? നമ്മൾ ഏതെങ്കിലും ഒരു സൈഡ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്താൽ ആ പോളിഗണിന് പുറത്ത് കിട്ടുന്നതാണ് ഔട്ടർ ആംഗിൾ. ഇപ്പം ഇവിടെ ഈ ക്വാഡ്രിലേറ്ററിൻ്റെ പുറത്തായിട്ട് വന്നിരിക്കുന്ന ആളാണ് ഇവിടുത്തെ ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത്. ഇപ്പം ഇതിനൊരു പേര് കൊടുക്കുക, ABCD എന്ന് പറയുന്നത് ഒരു സൈക്ലിക് ക്വാഡ്രിലേറ്ററലാണ്. അപ്പോൾ ബിയിലുള്ള ഔട്ടർ ആംഗിളാണ് ആംഗിൾ CBE. അപ്പോൾ ഈ ഔട്ടർ ആംഗിൾ എന്തിനോട് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടത് നമുക്ക് ബിയുടെ ഓപ്പോസിറ്റ് വേർട്ടെക്സിലുള്ള ഇന്നർ ആംഗിൾ. ബിയുടെ ഓപ്പോസിറ്റ് വേർട്ടെക്സിലുള്ള ഇന്നർ ആംഗിൾ, ഞാൻ അതിനൊരു X എന്ന് എടുത്തിട്ടുണ്ട്. ഇതെനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ ഇയാളെ Y എന്നും എടുത്തിട്ടുണ്ട്. അപ്പോൾ Xഉം Yയും ഈക്വൽ ആണെന്നാണ് ഇപ്പം നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ABCD ഒരു സൈക്ലിക് ക്വാഡ്രിലേറ്ററലാണ്. ABCD ഈസ് എ സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ. സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ നമ്മൾ പഠിച്ചിരിക്കുന്ന കാര്യം എന്താ? ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സം എപ്പോഴും 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇതാ ആംഗിൾ DX ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ ഓപ്പോസിറ്റ് ABC എത്രയാണെന്ന് പറയാം? നേരെ ഓപ്പോസിറ്റ് ഇതാണ് വരിക. ABC എത്രയാണെന്ന് പറയാം? 80 ആയിരുന്നപ്പോൾ നമുക്ക് എത്രയായിരുന്നു? 100 ആയിരുന്നു. ഒരു 70 വന്നു കഴിഞ്ഞാൽ 110 ആണ്. ഒരു 60 വന്നു കഴിഞ്ഞാൽ 120 ആണ്. അതായത് 180 മൈനസ് ദാറ്റ് ആംഗിൾ ചെയ്താൽ മതി. അപ്പോൾ X വന്നു കഴിഞ്ഞാൽ 180 മൈനസ് X എന്ന് വരും. ഇവിടെ നമുക്ക് കിട്ടി 180 മൈനസ് X. ഈ രണ്ട് ആംഗിളിന് എന്തെങ്കിലും പ്രത്യേകത നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ആംഗിൾ ABCക്കും ആംഗിൾ CBEക്കും എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഒരു ലൈനിൽ കിടക്കുന്ന ആംഗിൾസ് അത് ഇങ്ങനെ ഒരു ലൈനിൻ്റെ പുറത്ത് കിടക്കുകയാണ് രണ്ട് ആംഗിൾസും. ഇവിടെ 180 മൈനസ് X ഉണ്ട്, ഇപ്പുറം Y ഉണ്ട്. ലൈനിൻ്റെ മേലുള്ള ആംഗിൾസിന് എന്താ പറയുക നമ്മളത്? ലീനിയർ പെയറാണ്. ലീനിയർ പെയർ ആണെങ്കിൽ ഇവർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടണം? ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 കിട്ടണം. അപ്പോൾ നമുക്കൊന്ന് ആഡ് ചെയ്യാം. അപ്പോൾ എന്തൊക്കെയാണുള്ളത്? ആംഗിൾ ABC എന്ന് പറയുമ്പോൾ 180 മൈനസ് X ആണുള്ളത്. ആംഗിൾ CBE എന്ന് പറയുമ്പോൾ നമ്മളൊന്നും അറിയാത്തതുകൊണ്ട് Y എന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ 180 മൈനസ് Xഉം Yയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 180 കിട്ടണം. അപ്പോൾ ഈക്വൽ ടുവിൻ്റെ അപ്പുറം 180 ഇപ്പുറം 180. നമുക്ക് എന്ത് ചെയ്യാം? ഇവരെ കട്ട് ചെയ്ത് കൊടുക്കാം. അത് കട്ട് ചെയ്ത് പോയി. പിന്നെ എന്താ ബാക്കിയുള്ളത്? ഇവിടെ ഒരു മൈനസ് X പ്ലസ് Y ഈക്വൽ ടു, അപ്പുറം ആരുമില്ല, എല്ലാവരും പോയി. അപ്പോൾ അവിടെ എന്താണുള്ളത്? 0 ഉണ്ട്. ഇനി നമുക്ക് ആ മൈനസ് Xനെ മെല്ലെ ഈക്വൽ ടുവിന് അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഇവിടെ ആര് മാത്രം ബാക്കിയായി? Y മാത്രമായി. മൈനസ് X ഈക്വൽ ടുവിന് അപ്പുറം പോകുന്നവർ എന്തുവായി? XY. സോ നമുക്ക് എന്താ കിട്ടിയത് അവസാനം? X ഈക്വൽ ടു Y. അതായത് നമ്മൾ എടുത്തിരിക്കുന്ന ഔട്ടർ ആംഗിൾ Y ആയിരുന്നു. ഓപ്പോസിറ്റ് വേർട്ടെക്സിലുള്ള ഇന്നർ ആംഗിളാണ് X ഈക്വൽ ടു Y എന്ന് കിട്ടി. സോ ദ ഔട്ടർ ആംഗിൾ അറ്റ് എനി വേർട്ടെക്സ് is equal to the inner angle at the opposite vertex. Hence proved. Okay, next problem. Prove that any parallelogram which is not a rectangle is not cyclic. Any parallelogram which is not a rectangle, not cyclic. അപ്പോൾ ഇവർ മൂന്ന് ആൾക്കാരെ കുറിച്ചിട്ട് നമുക്ക് നല്ല ധാരണ ഉണ്ടായിരിക്കണം. പാരലലോഗ്രാമിനെ കുറിച്ച് അറിയണം, റെക്റ്റാങ്കിളിനെ കുറിച്ചിട്ട് അറിയണം, എന്താണ് സൈക്ലിക് എന്ന് പറഞ്ഞാൽ അറിയണം. അത് നമുക്ക് പാരലലോഗ്രാമിൽ പറയാം. പാരലലോഗ്രാം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? 4 സൈഡ്സ് ഉണ്ട്. 4 സൈഡ്സിൽ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ ആൻഡ് പാരലൽ. ABCD എന്ന് പറയുന്ന ഒരു പാരലലോഗ്രാം എടുത്തിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഓപ്പോസിറ്റ് സൈഡ്സ് ADയും BCയും ഈക്വലും ആയിരിക്കും, പാരലലും ആയിരിക്കും. അതേപോലെ ABയും CDയും ഈക്വലും ആണ്, പാരലലും ആണ്. ഇതാണ് ഒരു പാരലലോഗ്രാം. ഒരു പാരലലോഗ്രാം എപ്പോഴാണ് റെക്റ്റാങ്കിളായിട്ട് മാറുക? അതിൻ്റെ എല്ലാ ആംഗിൾസും ഉണ്ടായാൽ മതി. 90 ഡിഗ്രി ആകുമ്പോഴാണ് പാരലലോഗ്രാം റെക്റ്റാങ്കിളായിട്ട് മാറുന്നത്. അപ്പോൾ ഇതിൻ്റെ ആംഗിൾസ് എങ്ങനെയാണ് വരുന്നത് നോക്കുക. പാരലലോഗ്രാമിനകത്ത് ഓപ്പോസിറ്റ് ആംഗിൾസ് എപ്പോഴും സെയിം ആയിരിക്കും. ഇയാൾ X ആണെങ്കിൽ നേരെ ഇപ്പുറം എത്രയായിരിക്കും? X ആയിരിക്കും. ഇപ്പുറമുള്ള ആംഗിളിനെ കുറിച്ചോ? ബിയിലും ഡിയിലുള്ള ആംഗിൾ എന്താ വരിക? പാരലൽ ലൈൻസിനിടയിലുള്ള ആംഗിൾസ് അല്ലേ? പാരലൽ ലൈൻസിനിടയിൽ ഇതാ
ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവരെന്താണ്, ഇവർ സപ്ലിമെൻ്ററി ആണ്. അതായത് ഈ രണ്ട് ആംഗിൾസും കൂടി ആഡ് ചെയ്ത്, അതായത് എയിലുള്ള ആംഗിളും ബിയിലുള്ള ആംഗിളും കൂടി ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 180 കിട്ടും. എയിലൊരു 60 ആണ്, അപ്പോൾ ബിയിൽ നമുക്ക് 120 ആയിരിക്കും. എയിലൊരു 50 ആണ്, അപ്പോൾ ബിയിൽ നമുക്കൊരു 130 ആയിരിക്കും. എപ്പോഴും സപ്ലിമെൻ്ററി ആയിരിക്കും. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 കിട്ടും. അപ്പോൾ ഇത് എക്സ് ആണെങ്കിൽ നേരെ ഇപ്പുറം എത്രയാണ്? 180 - x. അടുത്തടുത്തുള്ള ആംഗിൾസ് നോക്കിയാൽ, അടുത്തടുത്തുള്ള ആംഗിൾസ് ഒരാൾ എക്സ് ആണെങ്കിൽ മറ്റേത് 180 - x ആയിരിക്കും. ഇതാ, അപ്പോൾ ഡിയിലും നമുക്ക് എത്ര തന്നെ കിട്ടും? 180 - x എന്ന് തന്നെ കിട്ടും. അപ്പോൾ ഒരു പാരലലോഗ്രാം എന്ന് പറയുമ്പോൾ ഇതാണ്. അതിൻ്റെ ആംഗിൾസ് മനസ്സിലാക്കുക. ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അടുത്തടുത്തുള്ള ആംഗിൾസ് നോക്കുകയാണെങ്കിൽ ആഡ് ചെയ്താൽ 180 കിട്ടും. അപ്പോൾ ഒരാൾ എക്സ് ആണെങ്കിൽ മറ്റേ ആൾ, അടുത്ത് തന്നെയുള്ള ആൾ 180 - x. ഓപ്പോസിറ്റിൽ നമുക്ക് സെയിം ആംഗിൾ തന്നെയായിരിക്കും കിട്ടും. അപ്പം നിലവിൽ ഇങ്ങനെയാണുള്ളത്. പാരലലോഗ്രാം ABCD ഉണ്ട്. അതിനുള്ള ആംഗിൾസ് വരുന്നത് എക്സ്, 180 - x, വീണ്ടും ഒരു എക്സ്, 180 - x. ഇതാണ് 4 ആംഗിൾസ് വരുന്നത്. നമ്മളോട് ചോദിക്കുകയാണ് ഇത് സൈക്ലിക് ആണോ എന്ന് ചോദിക്കുക. ഞാൻ സപ്പോസ് ABCD സൈക്ലിക്, ABCD സൈക്ലിക് ആണെന്നിരിക്കട്ടെ, സൈക്ലിക് ആണെന്ന് വിചാരിക്കാം നമുക്ക്. ABCD സൈക്ലിക് ആണെങ്കിൽ എന്തായിരുന്നു പ്രത്യേകത? ഓപ്പോസിറ്റ് ആംഗിൾസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 180 കിട്ടും. അപ്പോൾ ഇവിടെയുള്ള ഓപ്പോസിറ്റ് ആംഗിൾസ് നോക്കുക, ആരൊക്കെയാണ്? എക്സും ഇവിടെയും എക്സ്. അപ്പോൾ എക്സും കൂടി ആഡ് ചെയ്താൽ എത്ര കിട്ടണം? 180 കിട്ടണം. എക്സും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് 2x ആയി. 2x = 180. Therefore x = 180/2 90. എക്സ് എത്രയാണെന്ന് കിട്ടി നമുക്ക്? 90 ആണ്. എക്സ് 90 ആണ്. അപ്പം നേരെ ഓപ്പോസിറ്റുള്ള ആംഗിൾ, ഈ ഒരു എക്സ് 90 ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റിൽ എത്ര തന്നെ വന്ന്? 90 വന്ന്. അടുത്ത ആംഗിൾ നോക്കി. അടുത്ത ആംഗിൾ എന്താ? 180 - x. അതായത് 180 - 90. അതും എത്ര തന്നെ? 90 തന്നെ. നാലാമത്തെ ആംഗിളും എത്ര തന്നെ? 90 തന്നെ. 4 ആംഗിൾസും 90 വന്നു കഴിഞ്ഞാൽ അത് ആരാണ്? എല്ലാ ആംഗിൾസും 90 ആയിട്ടുള്ള പാരലലോഗ്രാമാണ്. ആര്? റെക്റ്റാങ്കിൾ. എല്ലാ ആംഗിൾസും 90 ആയിട്ടുള്ള പാരലലോഗ്രാമാണ് റെക്റ്റാങ്കിൾ. സോ നമ്മുടെ ABCD എന്താണെന്ന് കിട്ടി? ABCD ഈസ് എ റെക്റ്റാങ്കിൾ. ABCD ഒരു റെക്റ്റാങ്കിളാണ്. പക്ഷെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? നോട്ട് എ റെക്റ്റാങ്കിൾ. നോട്ട് എ റെക്റ്റാങ്കിൾ എന്നാണ് പറയുന്നത്. നമ്മൾ നമ്മളെടുത്തു ABCD സൈക്ലിക്കാന്ന് എടുത്തപ്പോൾ നമുക്ക് കിട്ടി റെക്റ്റാങ്കിളാണ്. അപ്പം ഇവർ പറയാണ് നോട്ട് എ റെക്റ്റാങ്കിൾ, നോട്ട് എ റെക്റ്റാങ്കിൾ, നോട്ട് എ റെക്റ്റാങ്കിൾ. റെക്റ്റാങ്കിൾ അല്ല എന്നാണെങ്കിൽ അതെന്തും അല്ല, അപ്പോൾ സൈക്ലിക്കും അല്ല. റെക്റ്റാങ്കിൾ അല്ലേ എന്നാൽ നമുക്ക് എന്തും ഇല്ല, സൈക്ലിക്കും ഇല്ല. സോ പാരലലോഗ്രാം വിച്ച് ഇസ് നോട്ട് എ റെക്റ്റാങ്കിൾ ഇസ് നോട്ട് സൈക്ലിക്. അപ്പോൾ ഇവിടെ നമുക്കൊരു 1 മാർക്കിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ ആയിരിക്കും ചിലപ്പോൾ വരിക. ഇങ്ങനെ പ്രൂവ് ആയിട്ട് തന്നെ ഉണ്ടാക്കുക. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിനകത്ത് വരും. റെക്റ്റാങ്കിൾ സൈക്ലിക് ആണോ? എപ്പോഴും ഓർക്കുക, റെക്റ്റാങ്കിൾ സൈക്ലിക് ആണ്, റെക്റ്റാങ്കിൾ സൈക്ലിക് ആണ്. മറ്റൊരു പാരലലോഗ്രാമും നമുക്ക് എന്തായിട്ട് കിട്ടണമെന്നില്ല, സൈക്ലിക് ആയിട്ട് കിട്ടില്ല. ആകെ ആര് മാത്രമേ സൈക്ലിക് ആയിട്ട് വരുള്ളൂ? റെക്റ്റാങ്കിൾ സൈക്ലിക് ആണ് എന്നുള്ളത് ഓർക്കുക. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ വരുന്നത്. നോട്ട് എ റെക്റ്റാങ്കിൾ, നോട്ട് സൈക്ലിക്. ഓക്കെ, നെക്സ്റ്റ് വൺ. പ്രൂവ് ദാറ്റ് എ നോൺ ഐസോസെലസ് ട്രപ്പീസിയം ഇസ് നോട്ട് സൈക്ലിക്. അപ്പോൾ ആദ്യം എന്താണ് ട്രപ്പീസിയം, എന്താണ് ഐസോസെലസ് ട്രപ്പീസിയം, എന്താണ് നോൺ ഐസോസെലസ് ട്രപ്പീസിയം നമ്മൾക്ക് അറിഞ്ഞിരിക്കണം. ട്രപ്പീസിയം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പെയർ ഓഫ് സൈഡ്സ് പാരലൽ ആയിട്ടുള്ളതാണ് ട്രപ്പീസിയം എന്ന് പറയുന്നത്. ഒരു പെയർ ഓഫ് സൈഡ്സ് പാരലൽ ആയിട്ടുള്ള ഒരു ക്വാഡ്രിലേറ്ററലാണ് ട്രപ്പീസിയം. അത് നോൺ ഐസോസെലസ് ആകുക എപ്പോഴാണ്? അതിൻ്റെ ബാക്കി 2 സൈഡ്, അതായത് പാരലൽ അല്ലാത്ത 2 സൈഡുകൾ, പാരലൽ അല്ലാത്ത 2 സൈഡുകളും അൺഈക്വൽ ആയിരിക്കണം. ഇവിടെയാണെങ്കിൽ ABCD എന്ന് കൊടുക്കുകയാണെങ്കിൽ ABയും CDയും എപ്പോഴും പാരലൽ ആയിരിക്കും. ട്രപ്പീസിയത്തിൽ എപ്പോഴും പാരലൽ ആയിരിക്കും. പക്ഷെ മറ്റ് 2 സൈഡുകൾ ഉണ്ടല്ലോ, ADയും BCയും, ADയും BCയും ഒരിക്കലും എന്തായിരിക്കില്ല, ഈക്വൽ ആയിരിക്കില്ല. എന്തിനകത്ത? നോൺ ഐസോസെലസ് ആണ്.
നോൺ ഐസോസിലസിൽ വരുമ്പോൾ പാരലൽ അല്ലാത്ത സൈഡുകൾ ഈക്വൽ ആയിരിക്കില്ല. എ ഡി ഈസ് നോട്ട് ഈക്വൽ ടു ബി സി എന്നായിരിക്കും വരും. നമുക്ക് വേണ്ടത് ഇത് സൈക്ലിക് ആണോ അല്ലോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. എ ബിയും സി ഡിയും പാരലലാണ്. പാരലലാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്താ? പാരലലാകുമ്പോൾ ആ പാരലൽ ലൈൻസിന് അകത്ത് വരുന്ന ആംഗിൾസ് ആണ്. ഇവിടെ എക്സ് ആണെങ്കിൽ നമുക്കിതാ ഇവിടെ എന്താണെന്ന് പറയാം. നേരത്തെ പറഞ്ഞ കാര്യമാണ്, പാരലൽ ലൈൻസ് ആകുന്ന സമയത്ത് അതിനടുത്തടുത്ത് വരുന്ന ആംഗിൾസ് സപ്ലിമെൻ്ററി ആണ്. അപ്പോൾ ഇതാ ഇവിടെ എക്സ് ആണെങ്കിൽ ഇവിടെ എത്രയാണെന്ന് കിട്ടും? നമുക്ക് 180 മൈനസ് എക്സ് എന്ന് കിട്ടും. അല്ലെങ്കിൽ അതിനെങ്ങനെയാണ് നമുക്ക് ആംഗിൾ എയും ആംഗിൾ ഡിയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 180 കിട്ടും. അതേപോലെ അടുത്തേലും പറയാം, ആംഗിൾ ബിയും ആംഗിൾ സിയും കൂടി ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 180 കിട്ടും. ആംഗിൾ എയും ആംഗിൾ ഡിയും ആഡ് ചെയ്താൽ 180 ആണ്. ആംഗിൾ ബിയും ആംഗിൾ സിയും ആഡ് ചെയ്താൽ 180 ആണ്. പക്ഷേ നമുക്ക് വേണ്ടത് ഓപ്പോസിറ്റ് ആംഗിൾസ് ആഡ് ചെയ്താൽ 180 ആണ്. ഇപ്പോൾ ഇവിടെ കിട്ടുന്നത് ഇങ്ങനെ അടുത്തടുത്തുള്ള ആംഗിൾസ് ആഡ് ചെയ്തിട്ട് 180 എന്നാണ് കിട്ടുന്നത്. നമുക്ക് വേണ്ടത് എന്താ? ആംഗിൾ ബിയും ഡിയും കൂടി ആഡ് ചെയ്യുമ്പോൾ 180, എയും സിയും കൂടി ആഡ് ചെയ്യുമ്പോൾ 180 എന്നാണ് കിട്ടേണ്ടത്. നമ്മൾ നോക്കാം, ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? എ ഡിയും ബി സിയും എന്താണെന്ന് തന്നിട്ടുണ്ട്? ഈക്വൽ അല്ല. എ ഡിയും ബി സിയും എ ഡി ഈസ് നോട്ട് ഈക്വൽ ടു ബി സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഉറപ്പിച്ച് പറയാം, ആംഗിൾ എയും ആംഗിൾ ബിയും എന്തല്ല? ഈക്വൽ അല്ല. ആംഗിൾ എ ഈസ് നോട്ട് ഈക്വൽ ടു ആംഗിൾ ബി. ഈക്വൽ അല്ല. അപ്പം ഞാനിത് ഇവിടെയുള്ള എ മാറിയിട്ട് ബി എന്ന് കൊടുക്കുകയാണെങ്കിൽ എന്ത് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അവിടെ എയും ബിയും എന്തല്ല? ഈക്വൽ അല്ല. അതുകൊണ്ട് ഇവരെന്താവുന്നില്ല. therefore it is not cyclic. ഇതെന്താവുന്നില്ല? സൈക്ലിക് ക്വാഡ്രിലേറ്റർ ആയിട്ട് മാറുന്നില്ല. സോ ഒരു നോൺ ഐസോസിലസ് ട്രപ്പീസി എടുക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ഒരു പെയർ ഓഫ് സൈഡ്സ് പാരലൽ ആയിരിക്കും. പാരലൽ ആയതുകൊണ്ട് തന്നെ ആ ലൈൻസിന് മേലെ കിടക്കുന്ന ആംഗിൾസ്, അതായത് ഇവിടെ ഇപ്പോൾ എയും ഡിയും ആഡ് ചെയ്താൽ 180 ആണെന്ന് നമുക്ക് എഴുതാം. അതേപോലെ ഇതാ ബിയും സിയും ആഡ് ചെയ്താൽ 180 ആണ് നമുക്ക് കിട്ടും. അപ്പം നമുക്കിവിടെ സൈക്ലിക് ആകണമായിരുന്നുവെങ്കിൽ ബിയും ഡിയും ആഡ് ചെയ്താലായിരുന്നു 180 കിട്ടേണ്ടത്. അപ്പോൾ എ മാറ്റിയിട്ട് ബി കൊടുക്കാൻ പറ്റുമോ നോക്കി നമ്മൾ. എ മാറ്റിയിട്ട് ബി കൊടുക്കണമെങ്കിൽ എയും ബിയും സെയിം ആയിരിക്കണം. പക്ഷെ ഇവിടെ എന്താ പ്രശ്നം വന്നത്? ഇവിടെ ഇതാ ഈ രണ്ട് സൈഡുകളും എന്തല്ല? ഈക്വൽ അല്ല. എ ഡിയും ബി സിയും എ ഡി ഈസ് നോട്ട് ഈക്വൽ ടു ബി സി ആണ്. അപ്പോൾ അവിടെ നമുക്ക് ആ രണ്ട് ആംഗിൾസ് എന്താവില്ല? ഈക്വൽ ആയിട്ട് വരുന്നില്ല. സോ ഇറ്റ് ഈസ് നോട്ട് സൈക്ലിക് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഒരു നോൺ ഐസോസിലസ് ട്രപ്പീസിയം ആണെങ്കിൽ അത് സൈക്ലിക് അല്ലാന്ന് കിട്ടി. ഐസോസിലസ് ട്രപ്പീസിയം ആയിരുന്നെങ്കിലോ? ഐസോസിലസ് ട്രപ്പീസിയം എന്താ? ഐസോസിലസ് ട്രപ്പീസിയം വരിക ഒരു പെയർ പാരലൽ ആയിരിക്കും. എ ബിയും സി ഡിയും പാരലലാണ്. അടുത്ത പെയർ ഓഫ് സൈഡ്സ് ഈക്വലുമായിരിക്കും. ഇവിടെ ഇപ്പം നമുക്ക് എ ബി ഈസ് പാരലൽ ടു സി ഡി. അതേപോലെ അടുത്ത പെയർ, അതായത് എ ഡിയും ബി സിയും എന്തുവാണെന്ന് പറയാം, നമുക്ക് ഈക്വൽ ആയിരിക്കും. ഐസോസിലസ് ട്രപ്പീസിയം എന്ന് പറയാം. അപ്പം നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെയും പറയാം, എ ബിയും സി ഡിയും പാരലലാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നത് അടുത്തടുത്തുള്ള ആംഗിൾസ് അല്ലേ? ആംഗിൾ എയും ആംഗിൾ ഡിയും കൂടി ആഡ് ചെയ്താൽ 180 കിട്ടും. ആംഗിൾ ബിയും ആംഗിൾ സിയും കൂടി ആഡ് ചെയ്താൽ 180 കിട്ടും. അത് നമുക്ക് പറയാൻ വേണ്ടി പറ്റും പാരലൽ. രണ്ടാമതായിട്ട് നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? എ ഡിയും ബി സിയും ഈക്വലാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ട്രപ്പീസിയത്തിലെ ആംഗിൾ എയും ആംഗിൾ ബിയും എന്താണെന്ന് പറയാം? നമുക്ക് ഈക്വൽ ആണെന്ന് പറയാം. സോ ഇവിടെ എ ഡിയും ബി സിയും ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് ആംഗിൾ എയും ആംഗിൾ ബിയും ഈക്വൽ ആണെന്ന് പറയാം. അപ്പോൾ ഇതാ ഞാൻ ഇവിടെയുള്ള എ മാറ്റിയിട്ട് എനിക്ക് എന്ത് കൊടുക്കാം? ബി എന്ന് കൊടുക്കാമല്ലോ. എ മാറ്റിയിട്ട് ഞാൻ ബി കൊടുത്തു നോക്കി. അപ്പോൾ ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി 180 എന്ന് വന്നു. അതായത് ഒരു പെയർ ഓപ്പോസിറ്റ് ആംഗിൾസ് ആഡ് ചെയ്തപ്പോൾ 180 എന്ന് കിട്ടി. അടുത്തതിൽ നോക്കുക, ആംഗിൾ ബിയും ആംഗിൾ സിയും ആഡ് ചെയ്യപ്പോൾ 180 ആണ്. ആംഗിൾ ബി മാറ്റിയിട്ട് എനിക്ക് എന്ത് കൊടുക്കാം? ആംഗിൾ ബി മാറ്റിയിട്ട് ആംഗിൾ എ എന്ന് കൊടുക്കാമല്ലോ. അപ്പോൾ ആംഗിൾ എ എന്ന് കൊടുത്തു നോക്കി. അപ്പോൾ എനിക്ക് കിട്ടി ആംഗിൾ എയും ആംഗിൾ സിയും ആഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി.
അടുത്ത പെയർ ഓപ്പോസിറ്റ് ആംഗിൾസ് ആണിത്. ആംഗിൾ എയും ആംഗിൾ സിയും ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടി? 180. അപ്പോൾ അവിടെ ഓപ്പോസിറ്റ് ആംഗിൾസ് ആഡ് ചെയ്തപ്പോൾ നമുക്ക് 180 ഡിഗ്രി കിട്ടുന്നുണ്ടെങ്കിൽ ഇതെന്താണെന്ന് പറയാം? ഇതാരാണെന്ന് പറയാം നമുക്ക്? സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ ആണ്. അപ്പോൾ ഇവിടെ ഓർക്കേണ്ട കാര്യങ്ങൾ ഇതാണ്. ഐസോസിലസ് ട്രപ്പീസിയം ആണെങ്കിൽ അവരാരാണ്? സൈക്ലിക് ആണ്. ഇനി നോൺ ഐസോസിലസ് ട്രപ്പീസിയം ആണെങ്കിൽ, നോൺ ആണെങ്കിൽ നോട്ട് അങ്ങനെ ഓർത്താൽ മതി. നോൺ ഐസോസിലസ് ട്രപ്പീസിയം ആണെങ്കിൽ നോട്ട് സൈക്ലിക്. ഇയാൾ സൈക്ലിക് ആണ്, ഇയാൾ എന്തല്ല? സൈക്ലിക് അല്ല. ഇനി നമുക്ക് ഒരു പാരലലോഗ്രാം തന്നു, വെറുതെ ഒരു പാരലലോഗ്രാം തന്നു. എല്ലാ പാരലലോഗ്രാമും സൈക്ലിക് ആണോ? അല്ല. ആര് മാത്രമാണ് സൈക്ലിക് ആവുന്നത്? റെക്റ്റാങ്കിൾ മാത്രമാണ് എന്തായിട്ട് വരുന്നത്? സൈക്ലിക് ആയിട്ട് വരുന്നത്. എല്ലാ പാരലലോഗ്രാമും സൈക്ലിക് ആകണമെന്നില്ല. റെക്റ്റാങ്കിൾ സൈക്ലിക് ആണ്. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം. In the picture below, two circles intersect at P and Q. രണ്ട് സർക്കിൾസ് ഉണ്ട്, പിയിലും ക്യൂയിലും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. ലൈൻസ് ത്രൂ ദിസ് പോയിൻറ്റ്സ് മീറ്റ് ദ സർക്കിൾസ് ABCD. അപ്പോൾ പിയിലെ കൂടി ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. പിയിലെ കൂടി വരയ്ക്കുന്ന ലൈന് എയിലും സിയിലും മീറ്റ് ചെയ്യുന്നു. ക്യൂയിലെ കൂടി വരയ്ക്കുന്ന ലൈന് ബിയിലും ഡിയിലും മീറ്റ് ചെയ്യുന്നു. AC and BD ആർ നോട്ട് പാരലൽ. അവർ പാരലൽ എല്ലാം തന്നിട്ടുണ്ട്. ഓക്കെ, പ്രൂവ് ദാറ്റ് ഇഫ് ദിസ് ലൈൻസ് ആർ ഓഫ് ഈക്വൽ ലെങ്ത്, ഇവർ ഈക്വൽ ലെങ്ത് ആയിരുന്നെങ്കിൽ then ABCD is a cyclic quadrilateral. ഇവർ ഈക്വൽ ലെങ്ത് ആയിരുന്നെങ്കിൽ ABCD ഒരു സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ ആകുമോ എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്കവിടെ ഒരു രണ്ട് സർക്കിൾസ് ഉണ്ട്. ഒരു വലിയ സർക്കിളും ഒരു ചെറിയ സർക്കിളും മീറ്റ് ചെയ്യുന്നത് പിയിലും ക്യൂയിലുമാണ്. പിയിലെ കൂടി ഒരു ലൈന് AC എന്ന് പറയുന്ന ലൈന്, പിന്നെ ക്യൂയിലെ കൂടി ഒരു ലൈന് BD എന്ന് പറയുന്ന ലൈന്. നമുക്ക് തന്നിരിക്കുന്ന ഇതേ ഉള്ളൂ. ഇവർ രണ്ടാളും എന്തല്ല എന്ന് പറയുന്നുണ്ട്? പാരലൽ അല്ല. ACയും BDയും പാരലൽ അല്ല, പക്ഷെ അവർ ഈക്വൽ ആണെങ്കിൽ എന്നാണ് ചോദിക്കുന്നത്. ACയും BDയും ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. എന്തോ ആയിക്കോട്ടെ, നമുക്ക് നോക്കാം. നമ്മളിവിടെ ആദ്യം തന്നെ പിയും ക്യൂവും ഒന്ന് ജോയിൻ ചെയ്യാം. പിയും ക്യൂവും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ രണ്ട് സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ കാണാം. ഒന്ന് ABQP ഒരു സൈക്ലിക് ക്വാഡ്രിലേറ്ററലാണ്. അതാ വലിയ സർക്കിളിനകത്താണ് വരുന്നത്. രണ്ടാമത്തത് ഏതാണ് വരുന്നത്? ഇതാ CPQD, രണ്ടാമത്തെ സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ. സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ എന്ന് പറയുന്ന കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്കിവിടെ എന്തൊക്കെ കാര്യങ്ങൾ പറയാൻ വേണ്ടി പറ്റും? എയിലുള്ള ആംഗിൾ ഞാൻ ഒരു X എന്ന് എടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഓപ്പോസിറ്റിൽ എത്ര കിട്ടും എന്ന് പറയാം? 180 - X കിട്ടും. മക്കളെ, ഇവിടെ 180 - X ആണെങ്കിൽ നേരെ തൊട്ടടുത്ത് എത്ര കിട്ടും എന്നറിയാം? 180 - X ആണെങ്കിൽ അവർ നമ്മൾ നേരത്തെ പഠിച്ചതാണ്, ലീനിയർ പെയർ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചതാണ്. X തന്നെ കിട്ടും. 180 - X. അതായത് ഈ ആംഗിൾ കിട്ടാൻ 180യിൽ നിന്ന് 180 - X അങ്ങ് കുറച്ചാൽ മതി. അപ്പോൾ 180യിൽ നിന്ന് 180 മൈനസ് ചെയ്യും. ഈ മൈനസും ഈ മൈനസും കൂടിയിട്ട് അത് പ്ലസ് ആകും, +X. അപ്പോൾ 180 - 180 പോയി, പിന്നെ എന്ത് മാത്രം കിട്ടും? ഇവിടെ X എന്ന് മാത്രം കിട്ടും. അപ്പോൾ ഈ ഒരു ആംഗിൾ X ആയിട്ട് കിട്ടി. വീണ്ടും CPQD എന്താണ്? സൈക്ലിക് ക്വാഡ്രിലേറ്ററലാണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റിൽ നമുക്ക് എത്ര കിട്ടും? 180 - X എന്ന് കിട്ടും. ഇതിപ്പോൾ കയ്യിലുള്ള നോക്കിയേ, ആംഗിൾ A എന്ന് പറയുന്നത് X ആണ്, ആംഗിൾ C എന്ന് പറയുന്നത് 180 - X ആണ്. ഇവരെ നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. ആംഗിൾ Aയും ആംഗിൾ Cയും, Xും 180 - Xും എന്താ വരിക? Xും -Xും പോയി, പിന്നെ അവിടെയുള്ളത് 180. Aയും Cയും കൂടി ആഡ് ചെയ്തപ്പോൾ 180 കിട്ടി എന്ന് പറയും. അടുത്തത് ഇതേപോലെ തന്നെ ബിയിലൊന്ന് നോക്കിയാൽ, ബിയിൽ ഞാൻ Y എടുത്തു. അപ്പോൾ ഓപ്പോസിറ്റിൽ എത്ര എടുത്തു?
സൈക്ലിക് ആയതുകൊണ്ട് തന്നെ അവിടെ 180 - y വന്നു. എഗെയിൻ ഇതാ തൊട്ടിപ്പുറമുള്ള ആംഗിൾ ലീനിയർ പെയറാണ്, അപ്പോൾ അവിടെ നമുക്ക് y മാത്രം വരും. വീണ്ടും സൈക്ലിക് ആണ്, സൈക്ലിക് ആയതുകൊണ്ട് ഇവിടെ നമുക്ക് 180 - y എന്നാണ്. അപ്പോൾ ഇപ്പോൾ ബിയിലുള്ള ആംഗിൾ y ആണ്, ഡിയിലുള്ള ആംഗിൾ 180 - y ആണ്. നേരത്തെ പോലെ ഇതൊന്ന് ആഡ് ചെയ്യാം, ആംഗിൾ ബിയും ആംഗിൾ ഡിയും ഒന്ന് ആഡ് ചെയ്യാം. വൈയും 180 - y 3D. വൈയും ക്യാൻസലായി, പിന്നെന്തേ ഉള്ളൂ അവിടെ 180 എന്ന് കിട്ടി. സോ ഇപ്പം നമുക്ക് കിട്ടുന്നത് എയും സിയും ആഡ് ചെയ്താൽ 180 ആണ്. അടുത്തടുത്തുള്ള രണ്ട് ആംഗിൾസ് ആഡ് ചെയ്തപ്പോൾ 180. ബിയും ഡിയും ആഡ് ചെയ്തപ്പോൾ 180. അടുത്തടുത്തുള്ള രണ്ട് ആംഗിൾസ് ആഡ് ചെയ്തപ്പോൾ 180. അങ്ങനെയാണ് നമുക്ക് എന്ത് പറയാം ഇവിടെ നമുക്ക് ആ ആംഗിൾസ് വരുന്ന ലൈന് നോക്കുക. എയും ബിയും വരുന്നത് ഇവിടെയല്ലേ, അപ്പോൾ എ ബി എന്ന് പറയുന്ന ലൈനും അടുത്ത സിയും ഡിയും വരുന്നത് ഇവിടെയല്ലേ, സി ഡി എന്ന് പറയുന്ന ലൈനും എന്തായി, പാരലലാണ്. എ ബിയും സി ഡിയും പാരലലാണെന്ന് കിട്ടി. ഇതേപോലെ ക്വസ്റ്റ്യനിൽ ഒരു കാര്യം കൂടി തന്നിട്ടുണ്ടല്ലോ, എന്താണ്, എ സിയും ബി ഡിയും ഈക്വലാണ്. ഒരു പെയർ ഓഫ് സൈഡ്സ് പാരലലാണ്. അടുത്ത പെയർ ഓഫ് സൈഡ്സ് പാരലൽ അല്ല, പക്ഷെ അവർ ഈക്വലാണ്. അങ്ങനെയാണെങ്കിൽ അത് ആരാണെന്ന് നമുക്ക് പറയാം. ഒരു പെയർ ഓഫ് സൈഡ്സ് പാരലൽ, അടുത്ത പെയർ ഓഫ് സൈഡ്സ് ഈക്വൽ ആയിട്ടുണ്ടെങ്കിൽ തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞ ആളാണ് എ ബി സി ഡി ഈസ് എ ഐസോസിലസ് ട്രപ്പീസിയം. ABCD ഈസ് എ ഐസോസിലസ് ട്രപ്പീസിയം. അവിടെ നമുക്ക് ഒരു പെയർ ഓഫ് സൈഡ്സ് പാരലലാണ്, അടുത്ത പെയർ ഓഫ് സൈഡ്സ് ഈക്വലാണ്. അപ്പോൾ ഐസോസിലസ് ട്രപ്പീസിയം എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, എല്ലാ ഐസോസിലസ് ട്രപ്പീസിയം എന്താണ്, സൈക്ലിക് ആണ്. ABCDയും ഐസോസിലസ് ട്രപ്പീസിയമാണ്. Therefore ABCD is സൈക്ലിക്. ഐസോസിലസ് ട്രപ്പീസിയം ആണെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാം അതെന്താണ്, സൈക്ലിക് ആണ്. സോ ഇവിടെ ഇത്രയേ വരുന്നുള്ളൂ. ABCD നമുക്കൊരു സൈക്ലിക് ക്വാഡ്രിലേറ്ററലാണെന്ന് കിട്ടും. Okay, next problem. In the figure AB equal to AC, the line PQ is parallel to BC. Prove that BPQC is a cyclic quadrilateral. ഇവിടെ തന്നിരിക്കുന്നത് ABയും ACയും ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. ഒരു ട്രയാങ്കിൾ അല്ലേ, ABC എന്ന് പറയുന്ന ഒരു ട്രയാങ്കിളിൽ രണ്ട് സൈഡ്സ് ഈക്വൽ ആയിട്ടുണ്ടെങ്കിൽ അതെന്താ, അതിന് നമുക്കൊരു ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് വിളിക്കാം. രണ്ട് സൈഡ്സ് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ആംഗിൾസ് എന്തായിട്ട് പറയാം, ഈക്വൽ ആണ്. ഏതൊക്കെ ആംഗിൾസ് ആണ് ഈക്വൽ ആയിട്ട് വരിക, അത് ഇവിടെയുള്ള ആംഗിളും ഈക്വൽ ആയിരിക്കും. ആംഗിൾ ബിയും ആംഗിൾ സിയും ഈക്വൽ ആയിരിക്കും. അടുത്ത നോക്കുക, അടുത്തെന്താ തന്നിരിക്കുന്നത്, PQ is parallel to BC. PQവും BCയും പാരലലാണ്. പാരലായിട്ട് വന്നു കഴിഞ്ഞാൽ എന്താ പ്രത്യേകത അവിടെ, അങ്ങനെ നമുക്ക് BPQC മാത്രം ഒന്ന് വരക്കാം. BPQC മാത്രം വരക്കാം. ഇവർ രണ്ടാളും എന്താണ്, പാരലലാണ്. BCയും PQവും പാരലലാണ്. പാരലായി കഴിഞ്ഞാൽ അടുത്തടുത്തുള്ള ആംഗിൾസ് സപ്ലിമെൻ്ററി ആയിരിക്കും, 180 കിട്ടും. അതായത് ഇവിടെയുള്ള ആംഗിളും കൂടി ആഡ് ചെയ്താൽ 180 കിട്ടും. ആംഗിൾ ബിയും ആംഗിൾ BPQവും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 കിട്ടും. അടുത്ത പേര് ഏതാ വരിക, ഇതേപോലെ ഇതാ സിയിലുള്ള ആംഗിളും ക്യൂവിലുള്ള ആംഗിളും, ആംഗിൾ സിയും ആംഗിൾ CQPയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, 180 ഡിഗ്രി കിട്ടും. കാരണം PQ is parallel to BC, പാരലൽ ആയതുകൊണ്ടാണ്. ഇനി എന്താ വേണ്ടത്, ആംഗിൾ ബിയും ആംഗിൾ സിയും ഈക്വൽ അല്ലേ. അപ്പോൾ എനിക്ക് ഇവിടുത്തെ ബീനെ മാറ്റിയിട്ട് സി എന്ന് കൊടുക്കുന്നതിൽ തെറ്റില്ലല്ലോ, കാരണം അവർ രണ്ടും എന്താണ്, ഈക്വൽ ആണെന്ന് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. സോ ആംഗിൾ ബി മാറിയിട്ട് ആംഗിൾ സി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആംഗിൾ സി പ്ലസ് ആംഗിൾ BPQ ഈക്വൽ ടു 180 ഡിഗ്രി. എന്താ ഇവിടെ പറയുന്നത്, ആംഗിൾ സിയും ആംഗിൾ BPQയും ഓപ്പോസിറ്റ് ആംഗിൾസ് അല്ലേ. ഓപ്പോസിറ്റ് ആംഗിൾസ് ആഡ് ചെയ്തപ്പോൾ എത്ര കിട്ടിയെന്ന് പറഞ്ഞു, 180 കിട്ടി. അടുത്ത പേരിലും കൂടി ചെക്ക് ചെയ്യുക. ഇവിടെ ഇതാ ആംഗിൾ സി എന്ന് തന്നിട്ടുണ്ട്. ആംഗിൾ സി മാറ്റിയിട്ട് എനിക്ക് എന്ത് കൊടുക്കാം, ആംഗിൾ ബി കൊടുക്കാം, കാരണം അവർ രണ്ടാളും ഈക്വലാ. അപ്പോൾ ആംഗിൾ ബി പ്ലസ് ആംഗിൾ CQP ഈക്വൽ ടു
180 ഡിഗ്രി. എന്താ ഇവർ? ആംഗിൾ ബിയും ആംഗിൾ സി ക്യൂ പിയും ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സം എത്രയെന്ന് കിട്ടി നമുക്ക്? 180 ഡിഗ്രി കിട്ടി. ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സം 180 ഡിഗ്രി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവർ ആരാണ്? ബി പി ക്യൂ സി ഇസ് എ സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ. സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ. ബി പി ക്യൂ സി ഒരു സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ ആണ്. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇൻ ദ ഫിഗർ സി ഒ ആർ ദ സെൻറ്റേഴ്സ് ഓഫ് ദി സർക്കിൾ. സിയും ഒയൊക്കെ സെൻറ്ററാണ്. സർക്കിൾസ് ഇൻ്റർസെക്റ്റ് അറ്റ് എ പി. സർക്കിൾസ് രണ്ടാണ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്. എ പി. എ പിയും എ ക്യൂവും ഡയമീറ്റേഴ്സ് ആണെന്ന് തന്നിട്ടുണ്ട്. പ്രൂവ് ദാറ്റ് പി ബി ക്യൂ ആർ ദ പോയിൻറ്റ്സ് ഓൺ എ സ്ട്രെയിറ്റ് ലൈൻ. പിയും ബിയും ക്യൂവും ഒരു സ്ട്രെയിറ്റ് ലൈനിലുള്ള പോയിൻറ്റ്സ് ആണെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഡയമീറ്റർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡയമീറ്റർ എന്ന് ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓർക്കേണ്ട കാര്യം സെമി സർക്കിളിലുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ്. അത് നമുക്കിവിടെ കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. ഇവിടെ ഒന്ന് നോക്കിയേ, പിയിൽ നിന്ന് ഞാൻ ബിയിലോട്ടേക്ക് ജോയിൻ ചെയ്തു, എയിൽ നിന്നും ബിയിലോട്ടേക്ക് ജോയിൻ ചെയ്തു. ഇവിടെ എന്താ വരുന്നത്? എ പി എന്ന് പറയുന്ന ഡയമീറ്റർ. എ പി എന്ന് പറയുന്ന ഡയമീറ്റർ സർക്കിളിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? സർക്കിളിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രി അല്ലേ? അപ്പോൾ ആംഗിൾ എ ബി പി എത്രയാണെന്ന് കിട്ടുന്നുണ്ട് അവിടെ? 90 ഡിഗ്രി എന്ന് കിട്ടി. ഇതേപോലെ അടുത്ത സർക്കിളിൽ നോക്കിക്കൂടെ? അടുത്ത സർക്കിളിൽ ഇതാ ബിയിൽ നിന്ന് ഞാൻ ക്യൂയിലോട്ടേക്ക് ജോയിൻ ചെയ്തു. ബിയിൽ നിന്ന് ക്യൂയിലോട്ടേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. എ ക്യൂ എന്താണെന്ന് വന്നിട്ടുണ്ട് നമുക്ക്? എ ക്യൂ ഡയമീറ്ററാണ്. എ ക്യൂ ഡയമീറ്ററാണ്. അപ്പോൾ ഡയമീറ്റർ ഇതാ സർക്കിളിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി. സോ ആംഗിൾ എ ബി ക്യൂ എത്രയാണ്? 90 ഡിഗ്രി. ഇപ്പോൾ നിങ്ങൾ പി ബി ക്യൂ മാത്രം നോക്കിയാൽ, ഇത് പി, ഇവിടെ ബി, ഇവിടെ ക്യൂ, ഇവിടെയുള്ള ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി. 90 ഡിഗ്രി. അതായത് ഈ രണ്ട് ആംഗിൾസും എ ബി പിയും എ ബി ക്യൂവും കൂടി ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 90 + 90 എത്രയായി? 180 ഡിഗ്രി വന്നു. എന്താ 180യുടെ പ്രത്യേകത? ലൈനിൻ്റെ ആംഗിളാണ് 180. 180 കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാം അതെന്താണ്? ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. അതായത് ഈ തന്നിരിക്കുന്ന ലൈൻ ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. സോ പി ബി ക്യൂ ആർ ഓൺ എ സ്ട്രെയിറ്റ് ലൈൻ. ഇവർ മൂന്നാൾക്കാരും സ്ട്രെയിറ്റ് ലൈനിലുണ്ടെന്ന് പറയും. ഇതൊരു 3 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമ്മൾ ഓർക്കേണ്ട കാര്യം ഇതേ ഉള്ളൂ, ഡയമീറ്റർ എന്ന് ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ ആംഗിൾ ഇൻ എ സെമി സർക്കിൾ 90 ആണെന്നുള്ളത് എവിടെയെങ്കിലുമൊക്കെ നമുക്ക് കൊടുക്കാനുണ്ടാവും. അത് ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ ഇതാ ഈ ഡയമീറ്റർ എ പി എന്ന് പറയുന്ന ഡയമീറ്ററും എ ക്യൂ എന്ന് പറയുന്ന ഡയമീറ്ററാണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? 90 ഡിഗ്രി എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻസാണ് നമുക്കിവിടെ പറയാനുള്ളത്. സോ സർക്കിൾസ് ആൻഡ് ആംഗിൾസിൽ പ്രധാനമായിട്ട് വരുന്ന കുറച്ച് ടൈപ്പ് ക്വസ്റ്റ്യൻസാണ് പറഞ്ഞിരിക്കുന്നത്. താങ്ക് യു.